ഹായ്, നമ്മൾ ഇത്തവണ പോകുന്നത് ഹൈദരാബാദാണ്. എൻ്റെ ഒരു 3 മാസത്തെ പ്ലാൻ കൂടെയാണ് ഈ ഒരു ഹൈദരാബാദ് ട്രിപ്പ് എന്ന് വേണം പറയാം. ഈ ട്രിപ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ഏജൻസിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ബുക്ക് ചെയ്യാതെയാണ് നമ്മൾ പോയത്. എങ്ങനെ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ശബരി ട്രെയിനിൽ കയറുന്നു, അവിടെ ചെന്നതിന് ശേഷം സെക്കന്ദരാബാദിൽ റൂം എടുക്കുന്നു. അവിടുന്ന് പിന്നെ KSRTC ത്രൂ ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പോയത്. അപ്പം അതുകൊണ്ട് ചിലവുകൾ കുറച്ച് ഉള്ള ഒരു ട്രിപ്പും കൂടി ആണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം. ഈ ശബരി എക്സ്പ്രസ് ട്രിവാൻഡ്രത്ത് നിന്ന് രാവിലെ 6:45 തിരിക്കുന്നത്. എല്ലാ ദിവസവും വീക്കിലി എല്ലാ ദിവസവും ശബരി എക്സ്പ്രസ് ഉണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് വെളുപ്പിനെ 6:45 തിരിച്ചാൽ അടുത്ത ദിവസം, അതായത് 1.5 ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് അടുത്ത ദിവസം ഉച്ചയോട് അടുപ്പിച്ചാകുമ്പോൾ നമ്മൾ സെക്കന്ദരാബാദ് ഇറങ്ങുന്നു. ഓക്കെ, ഇതിന് മെയിൻ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ഫുള്ളും നമ്മൾ വീട്ടിൽ നിന്നാണ് ഫുഡ് കൊണ്ടുവന്നത്. ട്രെയിനിൽ നിന്നുള്ള ആഹാരങ്ങളൊന്നും മേടിച്ചില്ല. കാരണം വയറിന് എന്തെങ്കിലും കേടാവുകയാണെങ്കിൽ ട്രിപ്പിനത് ബാധിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അടുത്ത ദിവസത്തേക്കും നമുക്ക് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ആ അര ദിവസം കൂടി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേഷനിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു 10 ലിറ്ററിൻ്റെയോ ഒരു ക്യാൻ വാങ്ങിച്ച് വെക്കേണ്ടതാണ്. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം ഓരോ സ്റ്റേഷനിലും ഓരോ വിലയാണ്. ഇപ്പം 20 രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട്, 25 രൂപയ്ക്ക് ഞാൻ വാങ്ങി, 30 രൂപയ്ക്ക് ഞാൻ വാങ്ങി. അപ്പോൾ ഒരു 10 ലിറ്ററിൻ്റെ ക്യാൻ ഒരു മേടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ലാഭം. മോൾക്ക് 2 വയസ്സാകാറായി. അപ്പോൾ മോളുടെ ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിൽ 2 മാസം മുന്നേ തന്നെ അവൾക്ക് സെർലാക്ക് കൊടുത്ത് ശീലിപ്പിച്ചു. പിന്നെ വൈഫ് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഇൻസ്റ്റൻറ്റ് ഫുഡും കുറുക്ക് അതൊക്കെയാണ് മോൾക്ക് ആഹാരമായിട്ട് കൊടുത്തത്. ഉച്ചയ്ക്ക് 12:30 നമ്മൾ സെക്കന്ദരാബാദ് എത്തി. അവിടെ നിന്ന് ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ട് 5ാമത്തെ ഗേറ്റ് കാണും, ഗേറ്റ് നമ്പർ 5. അത് ത്രൂ ആണ് നമ്മൾ നേരെ സെക്കന്ദരാബാദ്, അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വഴി ഇറങ്ങുന്നത്. സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ റാമോജി ഫിലിം സിറ്റി, ഗോൾക്കൊണ്ട ഫോർട്ട്, ചാർമിനാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലും കാണാം. ആൽഫ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടും. നമ്മളങ്ങനെ എല്ലാവരുമായിട്ട് ആൽഫ ഹോട്ടലിൽ കയറി 150 രൂപയാണ് ഒരു ഹൈദരാബാദി ബിരിയാണിക്ക് വരുന്ന എമൗണ്ട്. ഓക്കെ, നല്ല സൗകര്യമുണ്ട്. മേളിൽ നല്ല സൗകര്യമുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. ഫാമിലിയായിട്ട് ഇരിക്കാനായിട്ട് റൂമും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ റൂം അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് മെട്രോ റെയിൽവേ മേളിൽ കൂടിയുള്ള പാലം. ഈ കാണുന്ന സ്ഥലം എല്ലാം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും അടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതുവഴി കുറച്ച് മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡായിട്ടാണ് നമ്മൾ റൂം കണ്ടുപിടിച്ചത്. അപ്പോൾ ലേഡീസിനെയും കുറച്ച് ജെൻസിനെയും ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ 2 പേരായിട്ട് പോയി റൂം അന്വേഷിച്ചു. ഞാൻ റൂം കാണിച്ചതാണ് എങ്ങനെയാണെന്ന്.
ശ്രീ രാമ ലോഡ്ജാണ് നമ്മൾ താമസിച്ചിരുന്ന ലോഡ്ജ്. ഡെയിലി 700 രൂപയ്ക്കാണ് റൂം നോക്കി വാടകയ്ക്ക് കിട്ടിയത്. അത് നല്ലൊരു ലാഭമായിരുന്നു നമുക്ക്. റൂം ഇത്രയും 700 രൂപയ്ക്ക് കിട്ടിയത് തന്നെ. വേറെയും കുറച്ച് സ്ഥലങ്ങൾ അന്വേഷിച്ചു, പക്ഷെ വൃത്തിയൊന്നുമില്ലായിരുന്നു. ഇത് ഏകദേശം റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടായിരുന്നു, ബാത്റൂമും നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഇവർ ചോദിച്ചു GST വേണം. ഏത് നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് GST ഈ എമൗണ്ട് വേണം. ഡെയിലി 300 വെച്ചാണ് അവർ GST ഈടാക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളതൊന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് നോക്കിക്കോണം. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയ ബെഡ്റൂം. അത്യാവശ്യം വലിയ ബെഡ്റൂമായിരുന്നു, സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഡബിൾ ബെഡായിരുന്നു, അതുകൊണ്ട് കിടക്കാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ റൂമും പിന്നെ ബാത്റൂമിൻ്റെ ക്ലീനിങ് കൂടി ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ബാത്റൂമായിരുന്നു. നമ്മളൊരു 3:30 ഇറങ്ങാൻ തീരുമാനിച്ചു. ഇന്ന് പോകാൻ തീരുമാനിച്ച സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ചായക്കട കയറിയിട്ട് അല്പം എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ, എല്ലാവർക്കും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മളിവിടെ എത്തി. നമുക്ക് ഇവിടെ നിന്ന് കയറാനുള്ളത് ബസ് നമ്പർ 5 ആണ്. ആ ബസ് കയറിയിട്ട് നേരെ NTR ഗാർഡൻ ഇറങ്ങുക. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നടന്നു പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തെലങ്കാനയിലെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ഇതിന് മുന്നിലാണ് ബസ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്നും നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഒരു 1 കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. ഇവിടുന്ന് നടന്നാണ് നമുക്ക് NTR ഗാർഡൻ, അവിടെ നിന്ന് പിന്നെ ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത്. നമ്മൾ ഏകദേശം NTR ഗാർഡന് അടുത്തേക്ക് എത്താറായി. ഈ ഗാർഡൻ മുമ്പായിട്ട് തന്നെ ഒരുപാട് ഈ പടം വരയ്ക്കുന്ന ആൾക്കാർ, അതുപോലെ സ്ട്രീറ്റ് ഫുഡ്, പിള്ളേർക്കുള്ള കളിപ്പാട്ടങ്ങൾ, ടോയ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇതുവഴി തന്നെ ഒരുപാട് കാണാൻ പറ്റും. 2 എൻട്രൻസാണ് ഉള്ളത്. ഇതുവഴി ജെൻസ് കയറും, അപ്പുറത്തെ എൻട്രൻസ് വഴി ലേഡീസ് കയറും. അങ്ങനെ 2 എൻട്രൻസ് വഴി അകത്ത് കയറിയിട്ട് അകത്ത് പോയി പാസ് എടുത്തിട്ട് വേണം നമുക്ക് വീണ്ടും ഇതിനുള്ളിലേക്ക് കയറാനായിട്ട്, അതായത് NTR ഗാർഡന് ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇനി ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇതിനകത്തേക്ക് നമുക്ക് ബാഗ് ഇവർ അലൗഡ് അല്ല കേട്ടോ. കൊച്ചിൻ്റെ ഫുഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം എൻ്റെ വൈഫിൻ്റെ ബാഗ് അവർ അലൗഡ് ചെയ്തു. ബാക്കിയുള്ളവരുടെ ബാഗ് അവർ വെളിയിലാണ് വെച്ചത് കേട്ടോ. അതായത് വെളിയിൽ വയ്ക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ഈ NTR ഗാർഡനിൽ രാവിലെ വന്നിട്ടൊന്നും വലുതായിട്ട് കാണാനൊന്നുമില്ല. കുറേ ഫ്ലവറും കാര്യങ്ങളും. അത്യാവശ്യം ഈവനിങ് ടൈമിൽ വന്നാൽ മാത്രമേ നമുക്ക് കാണാനായിട്ട് കുറേ കാര്യങ്ങളുള്ളൂ. അതായത് ലൈറ്റൊക്കെ ഇടുന്നത് അവരപ്പോഴാണ്. ഈ വാട്ടർ ഫാൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഈ ലൈറ്റിങ് കൂടി ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ വരുമ്പോഴാണ് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉള്ളത് NTR ഗാർഡനും ബാക്കി ഉള്ള എല്ലാ സ്ഥലങ്ങളും.
NTR ഗാർഡന് അടുത്തായിട്ട് തന്നെ നമ്മളെ ടാളസ്റ്റ് അംബേദ്കറിൻ്റെ സ്റ്റാച്ചുവും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇത് തൊട്ടടുത്തായിട്ടാണ്. ഇപ്പം ക്ലോസ്ഡ് ആണ്. എനിക്കൊന്നും തന്നെ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു അതിനകത്ത് കയറാനുള്ള ടൈമൊക്കെ. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ നെക്ലേസ് റോഡ് പോകാനാണ് തീരുമാനിച്ചത്. അപ്പോൾ സമയം ഒരുപാടായതുകൊണ്ട് ലുംബിനി പാർക്ക് പോകാൻ എഴുതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് തെലുങ്കാനയുടെ ഡബിൾ ഡക്കർ AC ബസ് കിട്ടിയത്. എൻ്റെ ഭഗവാനെ, ഇതിൽ ഇനി എത്ര ആകുമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. സത്യം പറയട്ടെ, വലിയൊരു അത്ഭുതമായിരുന്നു. നമുക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ബസ് ഫ്രീ ആണെന്ന് അറിയുന്നത് അപ്പോഴാണ്. ഞാൻ ചോദിച്ചു എത്ര രൂപയായി, മീൻസ് കണ്ടക്ടറല്ല ബസ്സിൽ, ഡ്രൈവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര രൂപയായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അത് നമുക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു അത്ഭുതമായി കേട്ടോ. കാരണം ഒരുപാട് ദൂരം ഏകദേശം നടക്കാനുണ്ടായിരുന്നു. ഓട്ടോ പിടിക്കാം എന്ന് എഴുതി, എന്നാലും ഓട്ടോ പിടിക്കുമ്പോൾ 100-150 രൂപയെങ്കിലും ആകും. പക്ഷേ ഈ ബസ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് NTR ഗാർഡനിൽ നിന്ന് ലുംബിനി പാർക്ക് വരെ നമ്മൾ ഫ്രീ ആയിട്ട് എത്തി. ഇവിടെ ലേസർ ഷോയുണ്ട്, പിന്നെ ബുദ്ധ ടെമ്പിളിലേക്കുള്ള ഒരു ബോട്ടിങ്ങും ഉണ്ട്. നമ്മൾ ലേസർ ഷോയ്ക്ക് പോയില്ല, പകരം നമ്മൾ ബുദ്ധ ടെമ്പിളിലേക്കുള്ള ബോട്ടിംഗ് ആണ് പ്ലാൻ ചെയ്തത്. ഓരോ ബോട്ടിങ്ങിനും ഓരോ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സ്പീഡ് ബോട്ടിന് പ്രത്യേകം എമൗണ്ട്, ഡാൻസിങ് ബോട്ട്, അങ്ങനെ ഒരുപാട് ബോട്ടിങ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബോർഡാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അത് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഗേറ്റ് നമ്പർ 3 ബുദ്ധ സ്റ്റാച്ചു വിസിറ്റ്. ഇതാണ് നമ്മളെടുത്ത പാസ് കേട്ടോ. അഡൽറ്റ് 50, ചൈൽഡിന് 30 രൂപ വെച്ചാണ് അവർ പാസ് ഈടാക്കുന്നത്. നമ്മൾ പിന്നെ വേറെ ഡാൻസിങ് ബോട്ടും പിന്നെ സ്പീഡ് ബോട്ടും അതൊന്നും എടുക്കാൻ നിന്നില്ല. ഏതായാലും ബുദ്ധ വിസിറ്റ് ചെയ്യാം എന്ന് കരുതിയിട്ട് അതിൻ്റെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇതാണ് ഈ കാണുന്നതാണ് ആ ബോട്ട്. ഒരു 10-100 പേരെന്തോ അല്ല, ഒരു 50 പേരെങ്കിലും ഈ ബോട്ടിൽ കൊള്ളുമെന്ന് തോന്നുന്നു കേട്ടോ. ഈ ബോട്ട് ഫുള്ളാകുമ്പോഴേക്കും ഇവിടെ നിന്ന് നേരെ ബുദ്ധ സ്റ്റാച്ചു കൊണ്ടിറക്കും. അവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് കറങ്ങി നിൽക്കാം. അപ്പോഴേക്കും അടുത്ത ഏതാണ് ബോട്ട് അവിടെ നിന്ന് അവൈലബിൾ ഉള്ളത് ആ ബോട്ടിൽ കയറി തിരിച്ച് നമ്മൾ കയറിയെടുത്ത് ഇറങ്ങാം. ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ ലേക്കിലാണ് ഈ ബുദ്ധ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ബുദ്ധ സ്റ്റാച്ചുവിന് ചുറ്റി കാണാം. അത് കഴിഞ്ഞിട്ട് ഇത്ര സമയം ഇവിടെ നിൽക്കണം അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് അടുത്ത ബോട്ട് അവൈലബിൾ ഉള്ളത് നമുക്ക് ആ സമയത്ത് തിരിച്ച് നമ്മൾ എവിടെ നിന്നാണ് കയറിയത് അവിടെ തിരിച്ച് ഇറങ്ങാം. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേരെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ, അതായത് രാവിലെ ബസ് ഇറങ്ങിയ അവിടെ എത്തി, ആ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് സെക്കന്ദരാബാദ് ബസ് കിട്ടും. അവിടെ നിന്ന് ബസ് കയറിയിട്ട് നേരെ സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളിനി നാളെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് റാമോജി ഫിലിം സിറ്റിയാണ്. രാവിലെ 9 മണിക്ക് തന്നെ നമുക്ക് റാമോജി എത്തണം. അതായത് സെക്കന്ദരാബാദിൽ നിന്ന് 35-40 കിലോമീറ്റർ ഉണ്ട് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി സെക്കന്ദരാബാദിന് അടുത്ത് തന്നെ നമുക്കൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു, നേരെ റൂമിലേക്ക് പോകുന്നു. ബൈ.